നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. എളവള്ളി കടവല്ലൂർ കല്ലിങ്ങൽ സജിക്കാണ് പരിക്കേറ്റത്. ബ്രഹ്മകുളം പാലാ ബസാറിൽ രാവിലെ 7ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ വെട്ടുകാട് തെരുവുനായ ആക്രമണം. 2 കുട്ടികൾക്ക് പരിക്കേറ്റു. രായമരക്കാർ വീട്ടിൽ ഹംസയുടെ മക്കളായ ഫായിസ, ഫാത്തിമ, അസീം എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 5:45ഓടെയാണ് സംഭവം. സ്വന്തം വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന കുട്ടികളെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ 2 കുട്ടികളെയും കേച്ചേരി ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ 6ാം വാർഡിലെ മന്നിക്കര കുട്ടികളുടെ പാർക്ക് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവഴിച്ച് 403 മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് ചെയ്താണ് റോഡ് നിർമ്മിച്ചത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, വാർഡ് കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ, ശ്രീധരൻ എടമിനി, രഘുനാഥ് എരഞ്ഞിയിൽ, പുഷ്പാകരൻ കൊറ്റായിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഭദ്രാസന സൺഡേ സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ആത്മീയ വളർച്ചയ്ക്കും മൂല്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനും സൺഡേ സ്കൂൾ പ്രസ്ഥാനം നൽകുന്ന സംഭാവനകൾ വലുതാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഫാദർ സ്റ്റീഫൻ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോസഫ് ചെറുവത്തൂർ മുഖ്യ സന്ദേശം നൽകി. കുട്ടികളുടെയും അധ്യാപകരുടെയും വ്യക്തിത്വ വികാസവും ആത്മീയ ഉണർവും ലക്ഷ്യമിട്ട് മേജർ KP ജോസഫ് നേതൃത്വം നൽകിയ ടീം പ്രത്യേക ക്ലാസുകൾ നയിച്ചു. സംഗമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി ബെസ്സി ബേബി, ജോവേന ഡേവിഡ്, റബേക്ക തോമസ്, PC സണ്ണി, അല്ലി തമ്പി എന്നിവർ അവലോകനങ്ങൾ നടത്തി. ചടങ്ങിൽ ഡോക്ടർ KC ലോഫ്സൺ സ്വാഗതവും സ്റ്റീഫൻ പുലിക്കോട്ടിൽ നന്ദിയും പറഞ്ഞു. ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങളും സംഗമത്തിൽ ചർച്ചയായി. കുന്നംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വായനക്കാരുടെ കൂട്ടായ്മയായ സമകാലികം ചർച്ചാവേദിയുടെ 75ാമത് പുസ്തക ചർച്ച നടന്നു. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ്റെ പുതിയ പുസ്തകമായ കുന്നംകുളം താജ്മഹൽ എന്ന പാട്ട് നോവലിനെ അധികരിച്ചാണ് ചർച്ച നടത്തിയത്. പോർക്കളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ചെമ്മണ്ണൂർ ശ്രീമുരുകൻ ക്ലബ്ബ് പരിസരത്ത് നടന്ന പുസ്തക ചർച്ചയിൽ MV പ്രശാന്തൻ മാസ്റ്റർ മോഡറേറ്ററായി. നന്ദൻ മേക്കാട്ട് പുസ്തകാവതരണം നടത്തി. കുന്നംകുളം പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് S. ലിഷ മുഖ്യാതിഥിയായി. പുസ്തക രചയിതാവ് BK ഹരിനാരായണൻ, വായനശാല സെക്രട്ടറി VG അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. PJ ആന്റണി പുരസ്കാരം നേടിയ സുനിൽ ചൂണ്ടൽ, കണ്ണൻ, DC ബുക്സ് നോവൽ മത്സരത്തിൽ വിജയിയായ ചെമ്മണ്ണൂർ സ്വദേശി ധനേഷ് ആനന്ദൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 75ാമത് പുസ്തക ചർച്ചയുടെ ഭാഗമായി സമകാലിക വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രൊഫസർ MM നാരായണൻ വിഷയാവതരണം നടത്തി. പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ധബാരിക്കുരുവി, VK സനോജ് സംവിധാനം ചെയ്ത അരിക് എന്നീ സിനിമകളുടെ പ്രദർശനവും ഉണ്ടായി. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത 3400 കുട്ടികളിൽ നിന്ന് വിജയികളായ 225 വിദ്യാർത്ഥികൾക്കാണ് സമ്മാനങ്ങൾ നൽകിയത്. ചിത്രപ്രതിഭയായി തിരഞ്ഞെടുത്ത TV ചൈതിക്കിനും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച അമൽ ഇംഗ്ലീഷ് സ്കൂളിനും അൻസാർ ഇംഗ്ലീഷ് സ്കൂളിനും പ്രത്യേകം സമ്മാനങ്ങൾ നൽകി. മെട്രോ ഹാളിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ, ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജെയ്സൺ ഗുരുവായൂർ, ഗിരീഷ് C. ഗീവർ, ബാബു M. വർഗീസ്, ജോബി വാഴപ്പള്ളി, അജിത രഘുനാഥ്, MR സുരേന്ദ്രൻ, TD വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിൻ്റെ ഭാഗമായി പറ പുറപ്പെട്ടു. ജനുവരി 29, 30, 31 തീയതികളിലാണ് പൂരം ആഘോഷിക്കുന്നത്. പൂരാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും.
വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, വെങ്ങിലശ്ശേരി, പുലിയന്നൂർ ദേശങ്ങളിലാണ് പറയെടുപ്പ് നടക്കുക. നടക്കൽ പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനായി. 27-ന് ക്ഷേത്രോത്സവ വേദിയിൽ കലാസന്ധ്യയോടനുബന്ധിച്ച് നൃത്തങ്ങൾ അരങ്ങേറും. 28-ന് റോക്ക് ആൻഡ് രാഗ ഓർക്കസ്ട്രയുടെ ഗാനമേള നടക്കും. 29-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കീഴേക്കാവ് വേല കൊട്ടിക്കയറും. രാത്രിയോടെ പടിഞ്ഞാറ്റുമുറി, കെട്ടുമുക്ക്, നോർത്തേൺ ക്രൂ, പുഷ്പാഞ്ജലി, ഉദയം, ന്യൂ റിഥം, പുതുമ തുടങ്ങിയ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. 30-ന് പുലർച്ചെ വെള്ളാറ്റഞ്ഞൂർ എറക്കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂരം തനിയാവർത്തനവും താലപ്പൊലിയും നടക്കും. കാലത്ത് നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങുകളോടെയുള്ള ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും. 31-ന് ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷവും നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ശ്രീനിവാസ അയ്യർ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികരാകും. പറയെടുപ്പിന് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, TP അജിത് കുമാർ, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വികസനം ചർച്ച ചെയ്യാതെ മതത്തിൽ ഊന്നിയുള്ള 3 മുന്നണികളുടെയും രാഷ്ട്രീയം നാടിന് ആപത്താണെന്ന് ആം ആദ്മി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു. ആം ആദ്മി ജില്ലാ നേതൃയോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ക്ഷേമരാഷ്ട്രീയത്തിന് പ്രസക്തി വർദ്ധിക്കുകയാണ്. ഡയലോഗ് അടിക്കാനും ചർച്ചകളിൽ സജീവമാകാനും ആർക്കും കഴിയും. താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ഡൽഹിയിലെയും പഞ്ചാബിലെയും വികസനം പറഞ്ഞ് കേരളത്തിൽ വോട്ട് ലഭിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പോളി ഫ്രാൻസിസ്, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് വിജയൻ, സിന്ധു സന്തോഷ്, ജിതിൻ സദാനന്ദൻ, റാണി ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ ഞാൻ വിമർശനാത്മകമായി പറയട്ടെ, ഞാൻ ഈ സംഭവം പറഞ്ഞ് വളരെ വെരി നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഈ 2020 വ്യാപിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഇടപെടാൻ ഞാൻ എറണാകുളം ജില്ലയിലടക്കം വളരെ സ്ട്രിക്റ്റ് നിർദ്ദേശം കൊടുത്തിട്ടും ഈ നിമിഷം വരെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ചെയ്തു പോകാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് പ്രശ്നം. എല്ലാവരും ഡയലോഗ് അടിയും ചർച്ചകളും നടത്തും, പക്ഷേ താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഒരു ആക്ടിവിറ്റി ഫോം ചെയ്യാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും എന്ന് എനിക്കറിയില്ല. ഡൽഹിയിലെയും പഞ്ചാബിലെയും വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഡയബറ്റിക് റെറ്റിനോപ്പതി ടെസ്റ്റ്, ന്യൂറോപ്പതി ടെസ്റ്റ് തുടങ്ങിയവ സൗജന്യമായി ചെയ്തു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി ജിബിൻ, മെമ്പർമാരായ ബദുൽ സൈമൺ, ഷൈനി ഫ്രാൻസിസ്, ഡോക്ടർ P ഉഷ, വേലൂർ പള്ളി ട്രസ്റ്റി ഡേവിസ് വേലൂർ, ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിവരുന്ന അന്നദാന പദ്ധതി 4ാം വർഷം പിന്നിട്ടതിന്റെ ഉദ്ഘാടനം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VA ദാമോദരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ 56ാം വയസ്സിൽ LLB ബിരുദം കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ശാന്തി ഗോപിയെ ആദരിച്ചു. സേവാഭാരതി ജനറൽ സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി. കൂടുതുറക്കൽ ശുശ്രൂഷ, വിശുദ്ധ കുർബാന, ലതീന്യ, നൊവേന, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ഫാദർ ബിൽജു വാഴപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. രാത്രി അമ്പസമാപനം, വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം, വർണ്ണക്കാഴ്ച എന്നിവ നടന്നു. തിരുനാൾ ദിവസം ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് പാവറട്ടി ഇടവക നവവൈദികൻ ഫാദർ എൽദോസ് ചിറമൽ മുഖ്യകാർമ്മികനായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയ വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. പെരിഞ്ചേരി ഇടവക നവവൈദികൻ ജോബിൽ ഐനിക്കൽ സഹകാർമ്മികനായി. സന്ധ്യയ്ക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മങ്ങാടി ഇടവക നവവൈദികൻ ഫാദർ ജിജോ തറയിൽ കാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, നാടകം എന്നിവ നടന്നു.
സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KK ബാബു, CA സെബാസ്റ്റ്യൻ, AM അലാവുദ്ദീൻ, MV ഹൈദരലി, CM നൌഷാദ്, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര യുവസാരഥി കുഞ്ചേരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഷീർ മെമ്മോറിയൽ 4ാമത് ഫുട്ബോൾ ടൂർണമെന്റിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പ്രസിഡന്റ് MA ധർമ്മപാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭാരവാഹികളായി ചെയർമാൻ RTA ഗഫൂർ, ജനറൽ കൺവീനർ AK അബ്ദുൽ ഖാദർ, വൈസ് ചെയർമാൻ KK ത്രിവിക്രമൻ, ജോയിന്റ് കൺവീനർ V ബക്കർ, ട്രഷറർ OK സലീം എന്നിവരെ തിരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, KV ഷാനവാസ്, MS ശ്രീവത്സൻ, KR ആനന്ദൻ, NK സുരേന്ദ്രൻ തുടങ്ങിയവർ ചെയർമാൻമാരായി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി. കൗൺസിലർ KH സലാം, RTA ഗഫൂർ, AK അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 29-നാണ് ടൂർണമെന്റിന് തുടക്കമാവുക. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ ദേശീയ പതാക ഉയർത്തി. മധുര വിതരണവുമുണ്ടായി. പുതുശ്ശേരി ഗാന്ധി ശതാബ്ദി വായനശാലാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന സംഘം ഗ്രാമം ചുറ്റി നടത്തിയ അക്ഷരകരോൾ വേറിട്ട അനുഭവമായി. ചടങ്ങിൽ സൈനികരെ ആദരിച്ചു. വായനശാല പ്രസിഡന്റ് ശശി പൂവത്ത്, സെക്രട്ടറി ജോഷി ജോസഫ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുരഞ്ഞിയൂർ കുവത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് വൈസ് പ്രസിഡന്റ് ജലീൽ പതാക ഉയർത്തി. ഖത്തീബ് അബ്ദുസലാം അഹ്സനി പ്രാർത്ഥന നടത്തി. വിദ്യാർത്ഥികളും നാട്ടുകാരും മഹല്ല് ഭാരവാഹികളും പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മന്നലാങ്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷാഹുൽ PA പതാക ഉയർത്തി. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പരിപാടിയിൽ പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറി താഹിർ, മന്നലാങ്കുന്ന് യൂണിറ്റ് സെക്രട്ടറി അഷ്കർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KM ഹല്ലാജ്, KK അബൂബക്കർ, സമദ് മന്നലാങ്കുന്ന് എന്നിവർ പങ്കെടുത്തു. പുന്നയൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ വാർഡ് മെമ്പർ ശോഭ പ്രേമൻ പതാക ഉയർത്തി. പ്രധാനാധ്യാപകൻ KL മനോഹിത് ആമുഖ പ്രഭാഷണം നടത്തി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ A അബ്ദുൾ മജീദ് സന്ദേശം നൽകി. അധ്യാപകരായ ജയകൃഷ്ണൻ, ഷിബിൻ രാജ്, അജയ്, ശോഭാലക്ഷ്മി, വിമിത തുടങ്ങിയവരും PT അംഗങ്ങളും നേതൃത്വം നൽകി. മധുര വിതരണവുമുണ്ടായി. മന്നലാങ്കുന്ന് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് PM നാസർ പതാക ഉയർത്തി. സെക്രട്ടറി റാഫി പള്ളത്ത് സ്വാഗതം പറഞ്ഞു. നിഷാദ് പില്ലാക്കൽ, അതുൽ കൃഷ്ണ, സായൂജ്, കാമിൽ, PK ഷാജി, മൊയ്തീൻ കുഞ്ഞി തേച്ചമ്പുരിക്കൽ, റഫീഖ് പള്ളത്ത്, സക്കീർ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,845 രൂപ, സ്വർണം പവന് 1,18,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 370 രൂപ. ചരമം: കുറുക്കൻപാറ മണിയന്തറ വീട്ടിൽ പരേതനായ കൃഷ്ണൻ മകൻ സുബ്രഹ്മണ്യൻ നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച കാലത്ത് 9 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. പരേതയായ മാതാവും ഷീബ ഭാര്യയുമാണ്. കൃഷ്ണേന്ദു, മാധവ് കൃഷ്ണ എന്നിവർ മക്കളാണ്. കെംടെക് അക്വ ഉടമ സജിത് ചോലയിലിൻ്റെ മാതാവ് വടുതല ഉള്ളിശ്ശേരി ചോലയിൽ വാസു ഭാര്യ സുമതി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്തും. സുഷിത, സന്തോഷ് എന്നിവർ മറ്റു മക്കളാണ്. വേലൂർ അറങ്ങാശ്ശേരി ജോസ് മകൻ വിപിൻ നിര്യാതനായി. 30 വയസ്സായിരുന്നു. തളിർ ബഡ്സിലെ വിദ്യാർത്ഥിയായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് വേലൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.